ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ ഇന്നിപ്പോൾ 16-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമാവുകയാണ്. UDF സർക്കാരിൻ്റെ ആദ്യ നയപ്രഖ്യാപനത്തിൽ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളടക്കം ജനപ്രിയ പദ്ധതികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രയും സാമൂഹ്യക്ഷേമ പെൻഷനും ഇന്ദിരാ ഗ്യാരണ്ടിയും ഉൾപ്പെടെ ഉണ്ടാകും. വിവരങ്ങളുമായി അൺഫിലിഡ് ഡിസൂസ ചേരുകയാണ്. അൺഫിലിഡ്, ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 10 വർഷത്തിനു ശേഷം LDF സർക്കാരിൻ്റെ 10 വർഷത്തെ ഭരണത്തിനു ശേഷം UDF സർക്കാർ ഒരുപാട് പ്രതീക്ഷകൾ നൽകി അധികാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ജനങ്ങൾക്ക് ആ പ്രതീക്ഷകൾ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളടക്കം KSRTCയിലെ സൗജന്യ യാത്ര, ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായിട്ടുള്ള സ്ത്രീകൾക്ക് അനുകൂലമായ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചു, ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു, അതിൻ്റെ തുടർ നടപടികൾ, ഒപ്പം ഇതിനൊക്കെ വേണ്ടിയുള്ള ഒരു ധനസമാഹരണം അടക്കം അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ എന്താകുമെന്ന് സംഭവിക്കുക, സർക്കാരിൻ്റെ നയം എന്തായിരിക്കും ഗവർണർ പ്രഖ്യാപിക്കുക എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. സ്വപ്ന, തീർച്ചയായും ഇന്ന് UDF സർക്കാരിൻ്റെ, പ്രത്യേകിച്ച് VD സതീശൻ സർക്കാരിൻ്റെ ആദ്യ നയപ്രഖ്യാപനമാണ്. 16-ാം നിയമസഭയുടെ സമ്മേളനം നയപ്രഖ്യാപനത്തോടുകൂടി തുടങ്ങുകയാണ്. ഗവർണർ 9 മണിക്കാണ് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടുകൂടി ആരംഭിക്കുക. മുൻ സർക്കാരുകളുടെ കാലത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷം പിണറായി സർക്കാരിൻ്റെ 1-2 വർഷം സമയത്തൊക്കെ തന്നെ നമ്മൾ ഈ ഗവർണർ ആയിരുന്നപ്പോഴും അതിനു മുൻപ് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ആയിരുന്ന സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ്. തികച്ചും നാടകീയമായ സംഭവങ്ങൾക്കും ഒപ്പം തന്നെ ആകാംക്ഷ നിറഞ്ഞ നിമിഷങ്ങൾക്കുമായിരുന്നു ഓരോ നയപ്രഖ്യാപനത്തിൻ്റെയും ആദ്യ ദിനങ്ങളും അതിൻ്റെ തൊട്ട് തലേ ദിവസവും ഒക്കെ തന്നെ അത് സംബന്ധിച്ചുള്ള നാടകീയ രംഗങ്ങളും ആകാംക്ഷ നിറഞ്ഞ വാർത്തകളും ഒക്കെ ആയിരുന്നു. ഒരു പ്രധാനമായും കേന്ദ്ര സർക്കാരിനെതിരായുള്ള വിമർശനങ്ങളും ഒപ്പം തന്നെ സാമ്പത്തിക നയങ്ങളും കേന്ദ്ര ഏജൻസികളെ കുറിച്ചുള്ള അന്വേഷണം, ഇതിലൊക്കെ തന്നെ കടുത്ത വിമർശനങ്ങൾ രേഖപ്പെടുത്തുന്ന നയപ്രഖ്യാപന പ്രസംഗം അത് ഗവർണർ വായിക്കാതെ പോകുന്നതും വായിക്കുമ്പോൾ തന്നെ ഒഴിവാക്കുന്നതും ഒക്കെ ഏറ്റവും ഒടുവിലത്തെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വരെ നമ്മൾ കണ്ടതും വിവാദമായതുമൊക്കെ തന്നെയാണ്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു നയപ്രഖ്യാപനം, സാധാരണഗതിയിൽ ശാന്തമായതും വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത രീതിയിലുള്ള ഒരു നയപ്രഖ്യാപനമാകുമോ എന്നാണ് കാത്തിരിക്കുന്നത്. ഏറെക്കുറെ അങ്ങനെ ഒരു നയപ്രഖ്യാപനം തന്നെയാകും. കാരണം UDF സർക്കാർ 10 വർഷത്തിന് ശേഷം ഭരണത്തിൽ വരുന്നു. അതിനപ്പുറത്തേക്ക് ആദ്യ നയപ്രഖ്യാപനം ആദ്യമായി സർക്കാരിൻ്റെ നയങ്ങൾ പ്രഖ്യാപിക്കുന്ന ഒരു സമ്മേളനമായതുകൊണ്ട് തന്നെയും ഗവർണറുമായി നിലവിൽ നല്ല സൗമ്യമായ രീതിയിലും ഗവർണറുമായി ഊക്ഷ്മളമായ രീതിയിൽ മുന്നോട്ട് പോകാൻ തന്നെയാകും സ്വാഭാവികമായും സർക്കാർ ആദ്യ പടി എന്ന രീതിയിൽ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെയും വലിയ വിവാദങ്ങളോ ഒന്നും തന്നെയും പരാമർശിക്കാതെയുള്ള ഒരു നയപ്രഖ്യാപനം തന്നെയാകും ഉണ്ടാവുക എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമാണ് സർക്കാരിൻ്റെ 10 വർഷത്തിന് ശേഷം പ്രതിപക്ഷത്തിരുന്ന് ആദ്യമായി വരുമ്പോൾ ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ് നിയമസഭയിൽ. അതുകൊണ്ട് സ്വാഭാവികമായും ഈ പ്രകടന പത്രികയിൽ പറഞ്ഞ നിരവധി വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു, ജനക്ഷേമ പദ്ധതികൾ ഉൾപ്പെടെ. അതിൻ്റെയൊക്കെ തന്നെ ഒരു വ്യക്തത ഈ പ്രഖ്യാപനത്തിൽ ഉണ്ടാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതിൽ ഈ ഇന്ദിരാ ഗ്യാരണ്ടികൾ പറഞ്ഞിരുന്നു 5. അത് ശ്രദ്ധേയമാകുന്നത് KSRTC സ്ത്രീകളുടെ സൗജന്യ യാത്ര. അത് ആദ്യ ക്യാബിനറ്റിൽ അത് പറഞ്ഞു, ജൂൺ 15 എന്ന് പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് അത് കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഒരുപക്ഷേ നയപ്രഖ്യാപനത്തിൽ അത് കൂടുതൽ വിശദാംശങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ സാമൂഹ്യക്ഷേമ പെൻഷനൊക്കെ 3000 രൂപ എന്നതൊക്കെ ആയിരുന്നു പറഞ്ഞത്. അത് ഇതുവരെയുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ അതിൻ്റെ ഏതെങ്കിലും രീതിയിലുള്ള തയ്യാറെടുപ്പോ സൂചനകളോ ഒക്കെ തന്നെ ഈ നയപ്രഖ്യാപനത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത. അതടക്കം നിരവധി ഗ്യാരണ്ടികൾ പ്രഖ്യാപനങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതിനപ്പുറത്തേക്ക് മറ്റ് വികസന പദ്ധതികളുടെയൊക്കെ ഒരു തയ്യാറെടുപ്പോ അതിൻ്റെ സൂചനകളോ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ ഈ അടുത്ത ഒരു 5 വർഷത്തേക്ക് UDF സർക്കാർ ഏത് രീതിയിലാകും മുന്നോട്ട് പോകുക. ഒരു പ്രതിപക്ഷത്തിരുന്ന ശേഷം 10 വർഷത്തിന് ശേഷം അധികാരത്തിൽ വരുമ്പോൾ UDF സർക്കാർ, പ്രത്യേകിച്ച് VD സതീശൻ സർക്കാർ എന്താണ് വിഭാവന ചെയ്യുന്നത് 5 വർഷം കേരളത്തെ മുന്നോട്ട് നയിക്കാൻ, അതിൻ്റെ ഒരു തുടക്കം എന്ന രീതിയിലുള്ള അതിൻ്റെ ഒരു കാൽവയ്പ്പാണ്, ആദ്യ കാൽവയ്പ്പാണ്. ആ ആദ്യ കാൽവയ്പ്പിലെ പദ്ധതികൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് ഈ ഒരു നയപ്രഖ്യാപനത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുക തന്നെയാണ് ചെയ്യുന്നത്. തീർച്ചയായും. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ പറഞ്ഞതുപോലെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്ത് എന്നത് സംബന്ധിച്ച് ഈ പറഞ്ഞതുപോലെ ഒരു ധവളപത്രം അടക്കം ഇറക്കേണ്ട ഒരു സാഹചര്യമാണ്. അപ്പോൾ സ്വാഭാവികമായും ആ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച യാഥാർത്ഥ്യം സ്വീകരിച്ചു കൊണ്ടുള്ള ഒരു വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രകടന പത്രിക, അത്തരത്തിലുള്ള ഒരു നയപ്രഖ്യാപനം തന്നെയല്ലേ പ്രത്യേകിച്ചും ഉണ്ടാകുക. മാത്രമല്ല, ഈ കേന്ദ്രത്തിൽ നിന്നുള്ള സഹായം അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രി VD സതീശൻ ഡൽഹിയിൽ പോയി മടങ്ങി വന്നതേ ഉള്ളൂ. എത്രത്തോളം നമ്മൾ കേന്ദ്രത്തിൽ നിന്ന് കടമെടുപ്പടക്കം ആവശ്യപ്പെടും എന്നത് സംബന്ധിച്ചതടക്കം ഇനിയിപ്പോൾ ഈ ധവളപത്രം ഇറക്കിയാൽ അതിനുശേഷം മാത്രമേ ഒരുപക്ഷെ മനസ്സിലാക്കാൻ സാധിക്കൂ. ഈ കഴിഞ്ഞ സർക്കാരുകളൊക്കെ ചെയ്തതുപോലെ ഒരുപക്ഷെ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നൊക്കെ പരാതികൾ, അല്ലെങ്കിൽ ആ ഭാവം ഗവർണർ സ്കിപ്പ് ചെയ്ത് വായിക്കുന്ന അങ്ങനെയൊരു സാഹചര്യങ്ങളിലേക്കൊന്നും കാര്യങ്ങൾ നീങ്ങില്ല എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കണമല്ലോ.
അതായത് ഈ സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി പ്രഖ്യാപന പദ്ധതികളൊക്കെ തന്നെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് പ്രകടന പത്രികയിൽ പറഞ്ഞ വാഗ്ദാനങ്ങളായാലും ഇനി വിഭാവന ചെയ്യുന്ന വികസന പദ്ധതികളോ മറ്റു പദ്ധതികളോ അടക്കം മുന്നോട്ട് പോകുമ്പോൾ സാമ്പത്തിക ഏറ്റവും വലിയ അടിസ്ഥാന ഘടകം സാമ്പത്തികം തന്നെയാണ്. നിലവിലെ സാമ്പത്തിക സ്ഥിതി ധവളപത്രമൊക്കെ പുറത്തിറങ്ങി കഴിയുമ്പോൾ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നിലവിൽ ഒരു ഊഹാപോഹങ്ങൾക്കിടയിൽ നിന്നുകൊണ്ടൊരു ഒരു പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുമ്പോൾ സാമ്പത്തികമായ ഒരു നില ഭദ്രമാണ് എന്ന് ഒരു ഘട്ടത്തിൽ പോലും നമുക്ക് പറയാൻ കഴിയുകയില്ല. അങ്ങനെ വരുമ്പോൾ കേന്ദ്ര സർക്കാരിനെതിരായ ഈ ഒരു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെയും കേന്ദ്ര സർക്കാർ കേരളത്തോട് കാട്ടിയ നയങ്ങൾ, സാമ്പത്തിക നയങ്ങളിൽ ഒരു വ്യതിചലനം ഉണ്ടായിരുന്നു, വിവേചനം ഉണ്ടായിരുന്നു എന്നായിരുന്നു ഇടത് സർക്കാർ, പിണറായി വിജയൻ സർക്കാർ എല്ലാ കാലവും 10 വർഷവും പറഞ്ഞുകൊണ്ടേയിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി അതിൻ്റെ ഒരു ചുവട് പിടിച്ച് ഒരു വിമർശനം ഒന്നും ഉണ്ടാകാതെ, കേന്ദ്രത്തിനെതിരെ ഒരു പരാമർശം പോലും ഇല്ലാതെ, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ED അന്വേഷണമൊക്കെ നടക്കുന്നൊരു പശ്ചാത്തലം കൂടി തന്നെയാണ്. അപ്പോൾ യാതൊരു വിധത്തിലും കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക നയങ്ങളായാലും മറ്റു നയങ്ങളിലായാലും ഒരു വിമർശനം ഒന്നുമില്ലാതെ ഒരു നയപ്രഖ്യാപനമാണ് UDF സർക്കാരിൻ്റെ അടുത്ത 5 വർഷത്തേക്കുള്ള സർക്കാർ എങ്ങനെയാണോ കേരളത്തിൽ ഭരിക്കുന്നത് ആ നയം അങ്ങനെയാണ് പ്രഖ്യാപിക്കുന്നതെങ്കിൽ ഉറപ്പായും ഈ VD സതീശൻ സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിനൊരു ആയുധം കൂടിയാണ്. കാരണം സംഘപരിവാറിന്റെ അജണ്ടകൾക്ക് ചുവട് പിടിക്കുന്ന ഒരു സർക്കാരാണ് UDF ഭരിക്കുന്നത് എന്ന രീതിയിലൊരു വിമർശനം ആദ്യമേ തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ചാണെങ്കിലും ഈ കേന്ദ്രത്തിനെതിരെ കടുത്ത വിമർശനങ്ങൾ അത് ഏത് രീതിയിലായാലും, സാമ്പത്തിക നയത്തിലായാലും മറ്റ് നയങ്ങളുടെ കാര്യത്തിലായാലും ഒരു വിമർശനം രൂപേണ പോവുകയാണെങ്കിൽ അത് ഗവർണർ നിലവിലെ സാഹചര്യത്തിൽ അത് വായിക്കുമോ ഒഴിവാക്കുമോ എന്നുള്ളതൊക്കെ ചിന്തിക്കുകയാണ്. അങ്ങനെ ഏതെങ്കിലും രീതി തുടക്കത്തിൽ ഒരു കല്ലുകടി വേണ്ട, ലോക് ഭവനുമായി അല്ലെങ്കിൽ ഗവർണറുമായി തുടക്കത്തിൽ ഒരു കല്ലുകടി വേണ്ട എന്ന രീതിയിൽ തന്നെയാണ് തൽക്കാലം VD സതീശൻ സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഗവർണറുടെ ഒരു നീരസത്തിനോ അല്ലെങ്കിൽ ഗവർണർക്കെതിരായ ഒരു വിമർശനത്തിനോ ഒക്കെ തന്നെ ഇട നൽകുന്ന രീതിയിലൊരു നയപ്രഖ്യാപനം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷത്തിന് ഒരു മേൽക്കൈ കിട്ടും. പ്രതിപക്ഷത്തിന് ആദ്യമേ തന്നെ സഭയ്ക്കകത്തും പുറത്തുമൊക്കെ സതീശൻ സർക്കാരിനെ വിമർശിക്കാനുള്ള ഒരു ആയുധം കൂടിയായി മാറുകയാണ്. എന്തായാലും അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സൂചിപ്പിച്ചതുപോലെ നല്ല യാഥാർത്ഥ്യബോധത്തോടു കൂടി, കുറച്ചുകൂടി നല്ല യാഥാർത്ഥ്യബോധത്തോടു കൂടി സംസ്ഥാനത്തിൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതി അടക്കം മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനങ്ങളിലേക്ക് ഒരുപക്ഷെ കേന്ദ്രത്തെ പിണക്കാതെ, നമുക്കറിയാം ഈ സംസ്ഥാന സർക്കാരിൻ്റെ ധനസ്ഥിതിയിൽ എപ്പോഴും സംസ്ഥാനത്തെ കേന്ദ്രം മുറുക്കുന്നു എന്ന ആരോപണമാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും നമ്മൾ തുടർച്ചയായി LDF സർക്കാർ പിന്തുടർന്നു വന്ന അല്ലെങ്കിൽ അവരുടെ നിലപാടുകൾ നമ്മൾ കണ്ടുവന്ന്. അതിൽ നിന്നൊക്കെ ഒരു മാറി കേന്ദ്രത്തെ പിണക്കണ്ട എന്ന ഒരു നിലപാടിൽ ഈ പറഞ്ഞതുപോലെ അധികം കുറ്റപ്പെടുത്താതെ ഇപ്പോൾ എന്ത് നൽകാൻ കഴിയുമെന്നതിലേക്കൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു നയപ്രഖ്യാപന പ്രസംഗം തന്നെയാണ് പ്രസിദ്ധീകരിക്കുന്നത്.